നമസ്കാരം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് അതായത് 2025 ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ വിതരണം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും വാർത്തകൾക്കും ഒക്കെ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുവാൻ ശ്രദ്ധിക്കുക. 2025 ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ ഇപ്പോൾ ഏകദേശം അക്കൗണ്ടുകൾ വഴി വാങ്ങിക്കുന്ന 27 ലക്ഷത്തോളം ആളുകൾക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുള്ള വിതരണം സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിലും തുടങ്ങിയിട്ടില്ല എന്നാണ് അറിയുവാൻ കഴിയുന്നത്. അത് ഇന്നും നാളെയുമായി തുടങ്ങുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. 1600 രൂപ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും ഈ ഒരു തുക ഇന്നും നാളെയും ഒക്കെയായിട്ട് നാളെ ഞായറാഴ്ചയാണെങ്കിൽ പോലും വിതരണം ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ മാസവും കൃത്യമായി തന്നെ 1600 രൂപ വിതരണം ചെയ്തു വരുന്നുണ്ട്. 2024 മാർച്ച് മാസം മുതൽ ഇത്തരത്തിൽ എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ മുടങ്ങാതെ വിതരണം ചെയ്തു വരുന്നുണ്ട്. മുൻപ് മുടങ്ങിയിട്ടുള്ള പെൻഷൻ കുടിശ്ശിക ഇനി 3 ഗഡുക്കളാണ് വിതരണം ചെയ്യുവാനുള്ളത്. അതിൽ ഒരു ഗഡു പെൻഷൻ അടുത്ത മാസം ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുമ്പായി അതും കൂടെ ഒരു ഗഡു കൂടി കൂട്ടിച്ചേർത്ത് 3200 രൂപ വിതരണം ചെയ്യുവാനുള്ള തീരുമാനവും ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആർക്കെങ്കിലും ഇനിയും പെൻഷൻ ലഭിക്കുവാനുണ്ടെങ്കിൽ ഇത്തരത്തിൽ പെൻഷൻ 3-4 മാസമായി മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ കൃത്യമായും തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് എത്തി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പെൻഷൻ മുടങ്ങിയത്, ഇനി മസ്റ്ററിങ് ചെയ്യാത്തത് കൊണ്ടാണോ മുടങ്ങിയത്, ഇനി മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് ഇന്നു മുതൽ 20-ാം തീയതിക്കുള്ളിൽ മസ്റ്ററിങ് ചെയ്യുവാനുള്ള സമയം ഉണ്ട്. അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോയി മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമ്മളുടെ പെൻഷൻ മുടങ്ങാതെ അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കുമൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും. ഇനി കേന്ദ്ര വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയാണ് കേന്ദ്ര സർക്കാർ നൽകി വരുന്നത്. ഈ ഒരു തുക 4 മാസമായി മുടങ്ങിയിട്ടുണ്ട്. ഇത് കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. ആധാർ കാർഡ് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ട് നമ്പറിലേക്ക് മാത്രമായിരിക്കും ഈ ഒരു തുക എത്തിച്ചേരുക. അതുകൊണ്ട് തന്നെ ഇനി ആധാർ കാർഡ് ലിങ്ക് ചെയ്യുവാനുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പറുമായി ലിങ്ക് ചെയ്യാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ കൃത്യമായി തന്നെ ഇത് ലിങ്ക് ചെയ്ത് വെക്കുകയെങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. കേന്ദ്ര സർക്കാരിൻ്റെ മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കും. ഇതിൻ്റെ തീയതി ഉടൻ തന്നെ അറിയിക്കുന്നതായിരിക്കും. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി കാണുക. താങ്ക്